ഹായ് ഹലോ ദിസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ബാംഗ്ലൂരിലെ വിശേഷങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കാലിന് മിഞ്ചിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാലിൽ മിഞ്ചി ഇടുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് അമ്മായി ചേച്ചിമാരും എല്ലാവരും ഇരുന്ന് കഥ പറയുന്നതെങ്കിൽ പിന്നെ ഞാനായിട്ട് കുറയ്ക്കണ്ടെന്ന് കരുതി അവിടെ നടുക്ക് പോയിരുന്നു. അപ്പോഴേക്കും ഉച്ച ടൈമായി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോളിലോട്ട് പോയി. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഇലയൊക്കെ ഇട്ട് ചോറ്, സാമ്പാർ, ഉപ്പേരി, പായസം, അച്ചാർ, പപ്പടം ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചൂടിനെ സഹിച്ച് അവിടെ എത്തിയപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം അവിടെ തീരെ ചൂടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ച് കണ്ട സന്തോഷത്തിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാനും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കി. തോടുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ കല്യാണ വീടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണ വീട് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു പന്തലൊക്കെ ഇട്ട് അത്യാവശ്യം നല്ലൊരു അടുത്തടുത്ത വീടുകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. വീടിൻ്റെ ഫ്രണ്ടിൽ കോലമൊക്കെ വരച്ചിട്ടുണ്ട്. മൈഥിലി നിവാസ് എന്നാണ് വീടിൻ്റെ പേര്. മൈഥിലി എന്ന് പറയുന്നത് അമ്മമ്മയുടെ പേരാണ്. അപ്പോൾ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞു കോലായിയാണ് കേട്ടോ. എല്ലാവരും കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ചെറിയ ചമ്മൽ എല്ലാവരുടെ മുഖത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുന്നതിലും എല്ലാത്തിലും നമ്മുടെ ഫാമിലി നമ്മളൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാനല്ലേ. അങ്ങനെ ഉള്ളോട്ട് കയറി ചെന്ന സമയത്ത് ഡൈനിങ് ഹാളാണ്. അവിടെ സോഫ, ടേബിള്, TV എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി വീടായിരുന്നു. ശരിക്കും ശാന്തമായ ഒരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെയർ കയറി മുകളിലോട്ടേക്ക് പോയ ടൈമിൽ ഇപ്പുറത്തോട്ട് വഴിയുണ്ട്, ഇങ്ങോട്ടേക്ക് കയറാണ്ട്. മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി എനിക്ക്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു അന്തരീക്ഷം. തൊട്ടടുത്തടുത്ത് വീടുകളാണ്. ഒന്ന് ഇവിടുന്ന് വിളിച്ചാൽ അവിടെ കേൾക്കാവുന്ന അത്ര അടുത്താണ് വീടുകളൊക്കെ ഉള്ളത്. മേലോട്ട് കയറിയ ടൈമിൽ ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ 3 ബെഡ്റൂമാണ് ഉണ്ടായത്. എല്ലാ ബെഡ്റൂമിനും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ ആണ് കേട്ടോ. അവിടെ നിന്ന് അതും കാണാൻ വേണ്ടി പറ്റി. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ റൂമും കാണാൻ പറ്റി. അവളവിടെ എന്തോ വർക്കിൽ ബിസിയാണ്. അങ്ങനെ വീണ്ടും ഒരു സ്റ്റെയർ കയറുന്ന സമയത്താണ് നമുക്ക് ടെറസിൽ എത്താൻ പറ്റൂ. ടെറസിൽ നോക്കുമ്പോൾ അലക്ക് കല്ലുണ്ട്, ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ മീൻ വളർത്തുന്ന ടാങ്കും എല്ലാം തന്നെ അവരവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഹൽദി കഴിഞ്ഞതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അതൊന്നും അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് എത്തി. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു, എല്ലാവരുമായിട്ട് സംസാരിച്ചു, നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ അടുക്കള കണ്ടില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ അടുക്കളയും കൂടി കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ ഒരു മോളിലോട്ടാണ്. എല്ലാവരും കൂടി നടക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ വണ്ടിയൊന്നും പിടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ചൂടില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നടക്കാൻ നല്ലൊരു സുഖമുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ നമ്മൾ മോളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. തക്കുമോനാണെങ്കിൽ എന്തില്ലെങ്കിലും ഒന്ന് കയറ്റുമോ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ ഒന്ന് നടന്ന് കണ്ടു, അത്ര തന്നെ. ഇവിടത്തെക്കാട്ടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു പേപ്പർ വീണാൽ പോലും അവരപ്പം തന്നെ അത് ക്ലീൻ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് മോളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ ഇങ്ങനെ മോളിലൊക്കെ പോവാന്ന് പറയുമ്പോൾ. നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും എല്ലായിടത്തും നമ്മൾ കയറി ഇറങ്ങി. ശരിക്കും ബാംഗ്ലൂർ ട്രിപ്പ് നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.